എന്താണ് പ്രോസസ് കൺട്രോൾ, എന്താണ് പ്രോഡക്റ്റ് കൺട്രോൾ, ഇതൊക്കെയാണ് ഇന്നലെ പറഞ്ഞത് അല്ലേ. ഇന്നലെ നമ്മൾ പറഞ്ഞു ഒരു പ്രോഡക്റ്റ് അത് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അതൊരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് വരുന്നവരെ ഉള്ള സമയങ്ങളിൽ എവിടെ വേണമെങ്കിലും അതിന്റെ ക്വാളിറ്റിയിൽ വേരിയേഷൻസ് വരാം എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ഈ ക്വാളിറ്റിയിലെ വേരിയേഷൻസ് എന്തുകൊണ്ട് വരുന്നു, എന്തൊക്കെ വേരിയേഷൻസ് ആണ് വരുന്നത്, ഇതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് കേട്ടോ. ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് എങ്ങനെ ഉണ്ടാവുന്നു, എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതാണ് കോസസ് ഓഫ് വേരിയേഷൻ. മെയിൻ ആയിട്ട് നമ്മുടെ എസ്ക്യൂസിയിൽ 2 ടൈപ്പ് ഓഫ് വേരിയേഷൻസ് ആണ് ഉള്ളത്. ചാൻസ് കോസ് ഓഫ് വേരിയേഷനും അസൈനബിൾ കോസസ് ഓഫ് വേരിയേഷനും. ഓക്കെ, 2 കോസസ് ഓഫ് വേരിയേഷൻസ് ആണുള്ളത്. ആദ്യത്തെ ചാൻസ് കോസസ് ഓഫ് വേരിയേഷൻ. ചാൻസ് കോസസ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, അത് നമുക്ക് ഏതൊരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോഴും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത നാച്ചുറൽ ആയിട്ട് വരുന്ന വേരിയേഷൻസ് ആണ് ചാൻസ് കോസസ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് മിക്കവാറും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മളൊരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് കറണ്ട് പോയി, ജനറേറ്റർ ഉണ്ടെങ്കിൽ കൂടി ആ കറണ്ട് പോയി 1-2 സെക്കൻഡ് കഴിഞ്ഞിട്ട് ജനറേറ്റർ ഓൺ ആവുള്ളൂ. സോ ആ 2 സെക്കൻഡിന്റെ വ്യത്യാസം കൊണ്ട് ക്വാളിറ്റിയിൽ ഉണ്ടാകുന്ന ചെറിയ വേരിയേഷൻ, നമ്മൾ അതുവരെ ചെയ്തിരുന്ന പ്രോസസ്സിന് ഒരു ബ്രേക്ക് വന്നിട്ടാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതുമൂലം ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാതെ ഇപ്പൊ മഴ പെയ്യുന്നത് കൊണ്ട്, വെള്ളപ്പൊക്കം വരുന്നത് കൊണ്ട്, അങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കൊണ്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ ക്വാളിറ്റിയിൽ വേരിയേഷൻസ് വരികയാണെങ്കിൽ അങ്ങനെയുള്ള വേരിയേഷൻസിനെയാണ് നമ്മൾ ചാൻസ് കോസസ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ചെറിയ ചെറിയ വേരിയേഷൻസ് ആണ് അത്. അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പൊ മെഷീന്റെ തന്നെ നമ്മൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത ചില കോസസ് കൊണ്ട് ഉണ്ടാകുന്ന വേരിയേഷൻസ്, അങ്ങനെയുള്ളതിനൊക്കെയാണ് നമ്മൾ ചാൻസ് കോസസ് ഓഫ് വേരിയേഷൻ എന്ന് പറയാം. ഈ ചാൻസ് കോസസ് ഓഫ് വേരിയേഷൻ ഏതൊരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ വന്നാലും നമ്മൾ അതിനെ അലോ ചെയ്യുന്ന അലോവബിൾ വേരിയേഷൻ ആണ് ചാൻസ് കോസസ് ഓഫ് വേരിയേഷൻ. അപ്പൊ ഒരു പ്രോഡക്റ്റില് ചാൻസ് കോസസ് ഓഫ് വേരിയേഷൻ ഉണ്ടെങ്കിലും ആ പ്രോഡക്റ്റ് കൺട്രോളിലാണെന്നാണ് പറയാ, അതിന്റെ ക്വാളിറ്റി കൺട്രോളിലാണെന്നാണ് നമ്മൾ പറയാ. കാരണം ആ വേരിയേഷൻസ് വരുന്നത് മാൻമെയ്ഡ് ആയിട്ടല്ല, അത് നാച്ചുറൽ ആയിട്ട് സംഭവിക്കാവുന്ന കാര്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന വേരിയേഷൻസ് ആണ് ചാൻസ് കോസസ് ഓഫ് വേരിയേഷൻ. സോ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ ഒരു വേരിയേഷൻ ഉണ്ടെങ്കിൽ കൂടിയും നമ്മൾ ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി കൺട്രോളിലാണ്, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് തന്നെയാണ് അത് എന്നാണ് പറയുക. മനസ്സിലായോ? അപ്പൊ എഴുതിക്കോളൂ. അസൈനബിൾ ഞാൻ എന്നിട്ട് പറഞ്ഞുതരാം. ആദ്യം ചാൻസ് കോസസ് എഴുതാം. ആദ്യം ഇത് കോസസ് ഓഫ് വേരിയേഷൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. കോസസ് ഓഫ് വേരിയേഷൻസ്. The size and quality of the products. The size and quality of the products depends on numerous factors such as the raw material, the processing machinery, the persons involved, etc. Although the manufacturer is interested in producing items of same size and quality
items of same size and quality, comma, the products may have variation. The products may have variation. The products may have variations, small or big. Variations നേടിയിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട് small or big നേടുക. The causes of variation are of, full stop ഇടുക, എന്നിട്ട് the causes of variations are of, the causes of variation are of two kinds. The causes of variation are of two kinds, namely chance causes and assignable causes. Namely chance causes and assignable causes. First is the chance causes of variation. Chance causes of variation. In any production process, in any production process, comma, regardless of how well designed, or carefully maintained, it is, comma, a certain amount of inherent or natural variability, will always exist. A certain amount of inherent or natural variability will always exist. Full stop. This natural variability is the cumulative effect of many small, inherent and essentially unavoidable causes. This natural variability is known as chance causes or random causes. ഇത് റാൻഡം ആയിട്ട്, അതായത് നമ്മൾ പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന വേരിയേഷൻസ് ആയതുകൊണ്ട് നാച്ചുറൽ ആയിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത, നമുക്ക് എത്ര നമ്മൾ ശ്രദ്ധിച്ച് ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി നന്നാക്കണമെന്ന് വിചാരിച്ചാലും നമ്മളുടെ കയ്യിൽ നിയന്ത്രണമില്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന വേരിയേഷൻസ്, അതുകൊണ്ടാണ് അതിനെ റാൻഡം കോസസ് എന്ന് കൂടി വിളിക്കുന്നത്. This natural variability is known as chance causes or random causes. This variation may be due to slight difference in raw materials, slight
difference in raw materials, comma, rainfall, comma, power cut, comma, flood, etc. This type of variation cannot be completely eliminated, and these are allowable variations. Full stop. If a production process contains chance causes of variation. മിസ് ഇപ്പൊ പറഞ്ഞ ഒന്നും കൂടി പറയോ? എവിടെന്നാ പറയേണ്ടത്? allowable variation കഴിഞ്ഞിട്ട്. And these are allowable variations. Full stop. If a production process contains chance causes of variation, comma, then also the process is said to be in control. അടുത്തത് assignable causes of variation. അസൈനബിൾ കോസസ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ അസൈനബിൾ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, നിർണ്ണയിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ടൈപ്പ് വേരിയേഷൻസ്. അതായത് നാച്ചുറൽ ആയിട്ടോ നമ്മുടെ നിയന്ത്രണങ്ങൾക്കുള്ളിൽ വരാത്തതായിട്ടുള്ള വേരിയേഷൻസ് അല്ല, നമ്മൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന വേരിയേഷൻസ് ആയിരുന്നു. അങ്ങനെയുള്ള വേരിയേഷൻസിനെയാണ് അസൈനബിൾ കോസസ് ഓഫ് വേരിയേഷൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ മെഷീനൊക്കെ നമ്മൾ കൃത്യമാക്കി വെക്കണം അല്ലെ. മെഷീൻ എന്തെങ്കിലും കേടുപാടുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കൃത്യമാക്കി വെക്കണം. അത് ചെയ്യാത്തത് മൂലം ക്വാളിറ്റിയിൽ പ്രൊഡക്ഷൻ പ്രോസസ്സിന്റെ, അതായത് ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിറ്റിയിൽ വേരിയേഷൻസ് ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് ഡിഫക്റ്റീവ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഈ പ്രൊഡക്ഷൻ പ്രോസസ്സ് ചെയ്യുന്ന ആളുണ്ടാവില്ല, ഒരു ഓപ്പറേറ്റർ ഉണ്ടാവില്ല, ആ ഓപ്പറേറ്ററുടെ അശ്രദ്ധ മൂലം ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയിൽ വേരിയേഷൻസ് വരിക. അപ്പൊ ഇങ്ങനെ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ, അതായത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് വേരിയേഷൻസ് വേരിയേഷൻസിനെയാണ് നമ്മൾ അസൈനബിൾ കോസസ് ഓഫ് വേരിയേഷൻസ് എന്ന് പറയാം. മനസ്സിലായോ? അപ്പൊ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ അസൈനബിൾ കോസസ് ഓഫ് വേരിയേഷൻ ഉണ്ടെങ്കിൽ ആ പ്രോസസ്സിനെ നമ്മൾ ഔട്ട് ഓഫ് കൺട്രോൾ എന്നാണ് പറയാ. പ്രോസസ് ഈസ് സെഡ് ടു ബി ഔട്ട് ഓഫ് കൺട്രോൾ. അപ്പൊ അസൈനബിൾ കോസസ് ഓഫ് വേരിയേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അത് കണ്ടുപിടിച്ച് റെക്ടിഫൈ ചെയ്തിട്ട് വേണം പ്രൊഡക്ഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ. മനസ്സിലായോ? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഓട്ടോമൊബൈൽസിന്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ടാവും, വലിയ വലിയ കാറുകളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനികൾ ചില സമയത്ത് അവരുടെ ഏറ്റവും വലിയൊരു പ്രോഡക്റ്റ് ഒക്കെ മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോ അതിന്റെ മൈലേജ് പോരാന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ അതിന്റെ ബ്രേക്കിങ്ങിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുള്ള ഒത്തിരി എന്താ പറയാ ഫീഡ്ബാക്ക് ഒക്കെ കിട്ടുമ്പോൾ അവർ ആ പ്രോഡക്റ്റിനെ തിരിച്ചു വിളിക്കാറുണ്ട് മാർക്കറ്റിൽ നിന്ന് ഇല്ലേ. ചില കാറുകളോ അല്ലെങ്കിൽ ഏത് ഓട്ടോമൊബൈൽസോ ആയിക്കോട്ടെ, അവര് പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യാതെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ ഒത്തിരി നെഗറ്റീവ് ഫീഡ്ബാക്കുകൾ കിട്ടുമ്പോൾ അവർ ആ പ്രോഡക്റ്റിനെ തിരിച്ചു വിളിച്ച് അതിനെ റെക്ടിഫൈ ചെയ്തിട്ട് അതിന് പുതിയ പ്രോഡക്റ്റ് ആയിട്ട് മാർക്കറ്റിൽ ഇറക്കാറുണ്ട്. സോ ഈ മൈലേജിൽ ഉണ്ടാകുന്ന കുറവ്
അല്ലെങ്കിൽ ബ്രേക്കിങ്ങിന്, വണ്ടിയുടെ ബ്രേക്കിംഗ് സിസ്റ്റത്തിന് എന്തെങ്കിലും തകരാറുകൾ ഉണ്ടാവുക കണ്ടിന്യൂസ്ലി അവര് സെല് ചെയ്യുന്ന എല്ലാത്തിലും. അപ്പൊ അതെന്താണ്, അവര് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് എന്തോ ഒരു ചെറിയ അശ്രദ്ധ മൂലം സംഭവിച്ചതാണ്. അപ്പൊ അതിനെ അവർക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന വേരിയേഷൻ ആണ് അത്. അങ്ങനെയുള്ള വേരിയേഷൻസിനെയാണ് നമ്മൾ അസൈനബിൾ കോസസ് ഓഫ് വേരിയേഷൻ എന്ന് പറയുക. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തത് അസൈനബിൾ കോസസ് ഓഫ് വേരിയേഷൻ ആണ്. അതുണ്ടെങ്കിൽ ആ പ്രോസസ് ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. ആ പ്രോഡക്റ്റ് നമുക്ക് മാർക്കറ്റിലേക്ക് വിടാൻ പറ്റില്ല. മനസ്സിലായോ? അസൈനബിൾ കോസസ് ഓഫ് വേരിയേഷൻ എഴുതുന്നതിന് മുന്നേ നമ്മുടെ ചാൻസ് പ്രോസസ് എഴുതി നിർത്തിയില്ലോ. അതിനൊരു എക്സാമ്പിൾ ഉണ്ട്. ആ എക്സാമ്പിൾ ഞാൻ പറയാൻ വിട്ടുപോയി. അത് എഴുതിയതിനു ശേഷം അസൈനബിൾ കോസസ് ഓഫ് വേരിയേഷൻ എഴുതാം. ഓക്കെ, മനസ്സിലായോ? അസൈനബിൾ കോസസ് ഓഫ് വേരിയേഷൻ ഹെഡിങ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് ചാൻസ് കോസസ് ഓഫ് വേരിയേഷൻ എഴുതി നിർത്തിയേ, അതിന്റെ താഴെ അതിന്റെ ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. അത് ഞാൻ വിട്ടുപോയതാണ്. അത് എഴുതിയിട്ട് നമുക്ക് അസൈനബിൾ കോസസിലേക്ക് വരാം. എഴുതും. ഫോർ എക്സാമ്പിൾ, ചാൻസ് കോസസിന്റെ എക്സാമ്പിൾ ആണ് പറയണത്. ഫോർ എക്സാമ്പിൾ, if you look at bottles of a soft drink, if you look at bottles of a soft drink, if you look at bottles of a soft drink in a grocery store, in a grocery store, in a grocery store, comma, you will notice that no two bottles are filled to, you will notice that no two bottles are filled to exactly the same level. No two bottles are filled to exactly the same level. Some are filled slightly higher, some are filled slightly higher, and some slightly lower. അതായത് ചില സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ ബോട്ടിൽസ് നമ്മളിപ്പോ ഒരു കടയിൽ ചെല്ലുമ്പോൾ എല്ലാ സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ ബോട്ടിലും എക്സാക്ട്ലി ഒരേ ഉണ്ടാവണമെന്നില്ല. ചെറിയ ചെറിയ വേരിയേഷൻസ് വരാം. പക്ഷെ അതൊക്കെ നമുക്ക് അലോവബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള വേരിയേഷൻസ് ആണ്. അതുകൊണ്ടാണ് അതിനെ ചാൻസ് കോസസ് ഓഫ് വേരിയേഷൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് അസൈനബിൾ കോസ്. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ ഡെഫിനിഷൻ. അസൈനബിൾ കോസസ് ഓഫ് വേരിയേഷൻ. This variability usually arises from this variability usually arises from three sources. This variability usually arises from three sources. First one, improperly adjusted or controlled machines. Improperly adjusted or controlled machines. Improperly adjusted or controlled machines. രണ്ടാമത്തെ ഓപ്പറേറ്റർ എറേഴ്സ്. ഓപ്പറേറ്റർ എറേഴ്സ്. ഓപ്പറേറ്റർ എറേഴ്സ്. ഓപ്പറേറ്റർ എറേഴ്സ്. മൂന്നാമത്തെ ഡിഫക്റ്റീവ് റോ മെറ്റീരിയൽസ്. ഡിഫക്റ്റീവ് റോ മെറ്റീരിയൽസ്. Defective raw materials.
defective raw materials. Such variability is generally large. 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 When compared to the natural variability, when compared to the natural variability, when compared to the natural variability, comma, and it usually represents, and it usually represents, and it usually represents an unacceptable level of process performance, and it usually represents an unacceptable level of process performance. Full stop. These type of variability are known as assignable causes of variation. Assignable causes of variation. When these type of variations are observed, the causes can be identified and eliminated. അമ്മാ A process that is operating in the presence of assignable causes. A process that is operating in the presence of assignable causes is said to be out of control. And this variation is not random. Difference between chance causes and assignable causes. അതായത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ 2 ടേബിൾ ആയിട്ട് സമ്മറൈസ് ചെയ്യണം. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതാൻ എളുപ്പത്തിനാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ചാൻസ് കോസസ് ആൻഡ് അസൈനബിൾ കോസസ്.
അപ്പൊ നമ്മൾ രണ്ട് കോളാക്കുക. ഫസ്റ്റ് കോളം ചാൻസ് കോസസ് എന്നും സെക്കൻഡ് കോളം അസൈനബിൾ കോസസ് എന്നും എഴുതുക. പേജിനെ രണ്ട് കോളാക്കുക. ഫസ്റ്റ് കോളം ചാൻസ് കോസസും രണ്ടാമത്തെ കോളം അസൈനബിൾ കോസസും. ആദ്യം ഞാൻ ചാൻസ് കോസസിലെ ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് ചാൻസ് കോസസിലെ കൺസിസ്റ്റ് ഓഫ് മെനി ഇൻഡിവിജ്വൽ കോസസ്. ചാൻസ് കോസസിലെ ഫസ്റ്റ് പോയിന്റ് കൺസിസ്റ്റ് ഓഫ് മെനി ഇൻഡിവിജ്വൽ കോസസ്. കൺസിസ്റ്റ് ഓഫ് മെനി ഇൻഡിവിജ്വൽ കോസസ്. ഇനി അസൈനബിൾ കോസസിലെ ഫസ്റ്റ് പോയിന്റ് കൺസിസ്റ്റ് ഓഫ് വൺ ഓർ ജസ്റ്റ് എ ഫ്യൂ ഇൻഡിവിജ്വൽ കോസസ്. കൺസിസ്റ്റ് ഓഫ് വൺ ഓർ just a few individual causes. Consist of one or just a few individual causes. ഇനി ചാൻസ് കോസസിലെ രണ്ടാമത്തെ പോയിന്റ്, അതായത് ഓരോന്നിലെയും ഓരോ പോയിന്റുകളാണ് പറഞ്ഞത്. ഇനി ചാൻസ് കോസസിലെ രണ്ടാമത്തെ any one chance cause result in any one chance cause results in only a minute amount of variation. Only a minute amount of variation. അതന്നെ അസൈനബിൾ കോസസിലേക്ക് വരുമ്പോ any one assignable cause can result in a large amount of variation. Any one assignable cause can result in a large amount of variation. മൂന്നാമത്തെ ചാൻസ് കോസസിലെ മൂന്നാമത്തെ some typical chance causes of variations are some typical chance cause of variation are slight variation in raw material, slight variation in raw material, slight variation in raw material, comma, slight variation of machine, slight variation of machine, comma, lack of human perfection, lack of human perfection in reading instruments, in reading instruments and setting controls, in reading instruments and setting controls. ഇനി അസൈനബിൾ കോസസിലെ മൂന്നാമത്തെ പോയിന്റ് some typical assignable causes of variation are some typical assignable causes of variation are some typical assignable causes of variation are batch of defective raw materials, batch of defective raw materials, comma, faulty setup of an untrained operator, faulty setup of an untrained operator.
ഇനി ചാൻസ് കോസസിലെ നാലാമത്തെ chance variation, chance causes of variation cannot be eliminated from the process. Chance causes of variation cannot be chance causes of variation cannot be eliminated from the process. Assignable വരുമ്പോ the presence of assignable causes, the presence of assignable causes can be detected and action can be taken to eliminate area. ഈ തിയറി പാർട്ടൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് സ്പെസിഫിക്കേഷൻ ലിമിറ്റ്സ്. സ്പെസിഫിക്കേഷൻ ലിമിറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? ഇപ്പൊ നമ്മളൊരു മാർക്കറ്റിൽ പോകുമ്പോ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോ നമ്മുടെ മനസ്സിൽ ആ പ്രോഡക്റ്റ് വളരെ പെർഫെക്റ്റ് ആവണം എന്നായിരിക്കും അല്ലെ? പക്ഷെ നമ്മൾ പറയും ചെറിയ ചില വേരിയേഷൻസ് ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളൊരു നോട്ട്ബുക്ക് വാങ്ങാൻ പോകുമ്പോ നമുക്കൊരു ഇഷ്ടപ്പെട്ട ഫ്ലവറിന്റെ പിക്ചർ ഉള്ള അല്ലെങ്കിൽ ആ ചട്ടയുള്ള ഒരു പുസ്തകം തന്നെ വേണമെന്നായിരിക്കും മനസ്സില്. പക്ഷെ അതില്ലെങ്കിലും നമ്മൾ അതല്ലാത്തൊരു പുസ്തകം കിട്ടിയാലും വാങ്ങിച്ചിട്ട് വരും. കാരണം നമ്മുടെ പർപ്പസ് നടക്കുന്നുണ്ട്. ഇപ്പൊ ചട്ടയുടെ പിക്ചർ മാറിയത് കൊണ്ട് പ്രത്യേകിച്ച് നമ്മളെ അഫക്ട് ചെയ്യുന്നില്ല അല്ലെ? അങ്ങനെയുള്ള ചില എന്താ പറയാ സ്പെസിഫിക്കേഷൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് നമ്മൾ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ സ്പെസിഫിക്കേഷൻ ലിമിറ്റ്സ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, ഒരു കാർപ്പന്റർ ഒരു സ്ക്രൂ വാങ്ങിക്കാൻ പോകുമ്പോൾ അയാൾക്ക് 50 mm ഉള്ള ലെങ്ത് ഉള്ള സ്ക്രൂ ആണ് വേണ്ടതെങ്കിൽ ആള് ചിലപ്പോ 49 ആയാലും 51 mm ആയാലും ചിലപ്പോ അത് വാങ്ങിച്ചു എന്നിരിക്കും. അതിലും കൂടിയ ചിലപ്പോ വാങ്ങണമെന്നില്ല. ആൾക്ക് എക്സാക്ട്ലി വേണ്ടത് 50 ആണ്. പക്ഷെ 49 ആയാലും 51 ആയാലും ഓക്കെ ആണെങ്കിൽ ആൾ എന്ത് ചെയ്യും? 49 mm ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കാം. അല്ലെങ്കിൽ 51 ആണെങ്കിൽ എക്സാക്ട്ലി 50 കിട്ടാനില്ലെങ്കിൽ നമ്മുടെ 49ഉം 51ഉം ഓക്കെ ആണ്, കുഴപ്പമില്ലാതാവുമെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ 49 51 mm ലെങ്ത് ഉള്ള സ്ക്രൂ ചിലപ്പോ ആ കാർപ്പന്റർ വാങ്ങാം. ഓക്കെ, അപ്പൊ അത് നമ്മള് അതായത് വാങ്ങിക്കാൻ പോകുന്ന ബയ്യർ സെറ്റ് ചെയ്യുന്നതാണ് ഈ സ്പെസിഫിക്കേഷൻ ലിമിറ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് സെറ്റ് ചെയ്യാം. അത് ഓരോരുത്തരും വാങ്ങിക്കാൻ പോകുമ്പോ അവരുടെ അനുസരിച്ച് സ്പെസിഫിക്കേഷൻ ലിമിറ്റ്സ് മാറിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? Specification limits are stipulated by the buyers. Specification limits are stipulated by the buyers. The specification limits are stipulated by the buyers. First off, the buyers are expected to accept. The buyers are expected to accept. The buyers are expected to accept those items which fall within the specification limits. The buyers are expected to accept those items which fall within the specification limits.
within the specification limits. For example, a carpenter may find screws of length 50 mm, most appropriate for a particular work. If he wants screws of length 50 mm alone, he may buy accordingly, or he may find that screws of length between screws of length between 49 mm and 51 mm, or he may find that screws of length between 49 mm and 51 mm are useful for the work. And so is prepared to accept such of them. Full stop. Here, the lower and upper specification limits are 49 mm and 51 mm. Here, the lower specification limit എന്ന് പറയുന്നത് 49 ഉം upper specification limit എന്ന് പറയുന്നത് 51 ഉം ആണ്. Lower and upper specification limits are 49 mm and 51 mm. എഴുതിയോ? Next, natural tolerance limits. Natural tolerance limits. Natural tolerance limits. Natural tolerance limits
ലിമിറ്റ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊരു പ്രോസസ് ആണെങ്കിലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കോസസ് ഓഫ് വേരിയേഷൻസ് ആണ് ചാൻസ് കോസസ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത്. സോ ഈ ചാൻസ് കോസസ് ഓഫ് വേരിയേഷൻ മൂലം ഉണ്ടാകുന്ന ലിമിറ്റ് ആണ് നാച്ചുറൽ ടോളറൻസ് ലിമിറ്റ്. മനസ്സിലായോ? അതായത് ഓട്ടോമാറ്റിക്കലി ഇപ്പൊ നമ്മള് 50 mm ഉള്ള ഒരു സ്ക്രൂ ആണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ ചിലപ്പോൾ ചിലതൊക്കെ 49 ആവാം, ചിലതൊക്കെ 51 ആവാം. അത് നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന വേരിയേഷൻസ് ആണ്. അങ്ങനെയുള്ളതിനെയാണ് നാച്ചുറൽ ടോളറൻസ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഈ നാച്ചുറൽ ടോളറൻസ് ലിമിറ്റ് നമ്മുടെ സ്പെസിഫിക്കേഷൻ ലിമിറ്റിന്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, പ്രോഡക്റ്റുകളൊക്കെ ഗുഡ് ക്വാളിറ്റി ആണെന്ന് പറയും. എന്നാൽ നാച്ചുറൽ ടോളറൻസ് ലിമിറ്റ് സ്പെസിഫിക്കേഷൻ ലിമിറ്റിന്റെ പുറത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, പ്രോഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് വാങ്ങില്ല. മനസ്സിലായോ? അപ്പൊ ചാൻസ് കോസസ് ഓഫ് വേരിയേഷൻ മൂലം ഉണ്ടാകുന്നതാണ് നാച്ചുറൽ ടോളറൻസ് ലിമിറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? We know that variation due to chance causes is inherent. Variation due to chance causes is inherent in the outputs under any scheme of production. If the natural tolerance limits coincide with or lie within the specification limits comma, all the manufactured items are acceptable to a buyer. When the natural tolerance limits lie outside the specification limits, comma, those of the manufactured items which lie outside the specification limits, are unlikely to be അമ്മ
bought by any customer. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് variables and attributes. What is variables and what is attributes in quality control? So variables എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു പ്രോഡക്റ്റിന് പല ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സുകൾ ഉണ്ടാവും. അതിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുക. അതായത് നമുക്ക് ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ പറ്റുന്ന റെസ്പെക്റ്റീവ് യൂണിറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ ലെങ്ത് ഓഫ് സ്ക്രൂ നമുക്ക് എന്ത് ചെയ്യാൻ ലെങ്ത് മെഷർ ചെയ്യാൻ പറ്റും അല്ലേ? അതുപോലെ ഇപ്പൊ നമ്മള് ഡയാമീറ്റർ ഓഫ് നോബിന്റെ ഡയാമീറ്റർ, പിന്നെ ലൈഫ് ഓഫ് ആൻ ഇലക്ട്രിക് ബൾബ്, അങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുക. മനസ്സിലായോ? ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സുകളിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ വേരിയബിൾ എന്നും, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലെ വേരിയബിൾസിലോട്ട് പോകണ്ട, അത് ക്വാളിറ്റി കൺട്രോളിലെ വേരിയബിൾസ് ആണ്. സോ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വേരിയബിൾസ്. ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും? നമുക്ക് ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ പറ്റാത്ത ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയാം. അതിന്റെ പ്രസൻസ് കൊണ്ട് മാത്രമേ നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ആ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സിന്റെ പ്രസൻസ് കൊണ്ട് മാത്രമേ നമുക്ക് അതിനെ എന്താ പറയുക ഐഡന്റിഫൈ ചെയ്യാൻ, ആ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വെഹിക്കിളിന്റെ ബോഡി അലൈൻമെന്റ്, അത് നമുക്ക് ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ പറ്റില്ല അല്ലെ? അതുപോലെ ഒരു ഗ്ലാസിന്റെ ഇതില് ക്രാക്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അത് ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അങ്ങനെ ഇപ്പൊ ഒരു തുണിയില് ഡാമേജ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കണ്ട് മനസ്സിലാക്കാനേ പറ്റുള്ളൂ, അത് ന്യൂമറിക്കലി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ പറ്റാത്ത ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുക. മനസ്സിലായോ? അപ്പൊ വേരിയബിൾസ് ഹെഡിങ് കൊടുക്കുക. Variables. Variables are those quality characteristics of a product. Variables are those quality characteristics of a product or item. Variables are those quality characteristics of a product or item which are measurable and can be expressed in their respective units of measurements. And can be expressed in their respective units of measurements. And can be expressed in their respective units of measurements. For example, length of screw, comma, diameters of knobs, comma, operating temperature in degrees or Celsius, operating temperature in degrees or Celsius, comma, life of an electric bulb in hours, etc. Life of an electric bulb in hours, etc.
മിസ് എഴുതി. നെക്സ്റ്റ് ആട്രിബ്യൂട്ട്സ്. Attributes which cannot explain numerical. Attributes are the characteristics of products. Attributes are the characteristics of products which are not measurable. Which are not measurable. Which are not measurable. Full stop. Such characteristics can be identified. Such characteristics can be identified. Such characteristics can be identified by their presence or absence of them. By their presence or absence of them. By their presence or absence of them. For example, body alignment of vehicles. Body alignment of vehicles. Body alignment of vehicles, comma, spots in enamel platings, SPOTS, spots, spots alla SPOTS, spots in enamel platings, cracks in glass plate, cracks in glass plate, etc. അതായത് ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് വിഷ്വലി മാത്രം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നവയാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ പറ്റുന്നതിന് നമ്മൾ വേരിയബിൾസ് എന്ന് പറയും. മനസ്സിലായോ? ഇതിന്റെ തിയറി പാർട്ട് ഏകദേശം കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിന്റെ പ്രോബ്ലംസിലോട്ടും ഇതിന്റെ എങ്ങനെയാണ് ഈ ക്വാളിറ്റി ഒരു പ്രോസസ്സ് കൺട്രോൾ ആണോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് കൺട്രോൾ ആണോ എന്നൊക്കെ നമ്മളെ ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിയാൽ ചെയ്യാൻ എന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അത് നമുക്ക് അടുത്ത ശനിയാഴ്ച എടുക്കാം. അപ്പൊ ഇന്നെടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ എന്നാ നെക്സ്റ്റ് സാറ്റർഡേ 5 മണിക്ക് തന്നെ കേട്ടോ. Okay, miss. താങ്ക് യു. Thank you.